കിടക്കുന്നതാണ്. നമ്മൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് 3 വർഷത്തിലെ ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും സംഗതികൾക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പൈസ ഒക്കെ നമ്മൾ ഈ ലോസ് ഇതിന്റെ ഈ ഗസൽ ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കാനും നമ്മളെ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാനും അതുപോലെ നമ്മളെ കുട്ടികളെ ആദരിക്കാനും ഫാമിലി മീറ്റ് നടത്തുമ്പോൾ അയക്കുകൾ ഭക്ഷണം കൊടുക്കാനും അത്രയുള്ള ഇതേ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അതിലേറെ വലിയൊരു ചാരിറ്റി ഒന്നും നമ്മൾ ഇതുവരെ നടത്തിയിട്ടുമില്ല. പിന്നെ പിന്നെ ഇത് ഒരു ലോണ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇതിലുണ്ടല്ലോ. 20,000 റുപ്യൊക്കെ നമ്മൾ കല്യാണത്തിനും അത്യാവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കുക. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ 3 മാസത്തെ കാലാവധിയൊക്കെയാണ് നമ്മൾ കൊടുക്കല്. ചിലപ്പോൾ അത് ചില ആളുകൾക്ക് അത് തെറ്റിച്ച് കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ സ്വീകരിച്ച് അതിനൊക്കെയാണ് ഈ കമ്മിറ്റി എന്ന് പറയണ്ടത്. ഒരു കമ്മിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ ഇതൊക്കെ കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇന്നാള് ഞാൻ കമ്മിറ്റി ആവാന്ന് ആരും നിർബന്ധിക്കാറുമില്ല. നമ്മളെല്ലാവരും അങ്ങോട്ട് നിർബന്ധിച്ചാണ്ട് നിൽക്കെന്ന് പറയലാണ് ചെയ്യല്. ഒരാളും ഞാൻ കമ്മിറ്റി ആയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയിക്കോളാം, ഞാൻ സെക്രട്ടറി ആയിക്കോളാം പറഞ്ഞുകൊണ്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളെ പിടിച്ചാക്കുകയായിരുന്നു. ആർക്കും താല്പര്യമില്ല റിസ്ക് എടുക്കാൻ. കാരണം റിസ്ക് എടുക്കുക പറഞ്ഞാൽ ആ കാര്യങ്ങള് ബഹുമാനപ്പെട്ട അബു തോരപ്പെത്തിയിരുന്നു. വേദിയിലേക്ക് ദയവേത് കടന്നു വരണം. അപ്പൊ നമ്മൾ ആരെയും നിർബന്ധിച്ചാണ് ഓരോ ആളുകളെയും കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത് തന്നെ. ആരും താല്പര്യപ്പെടില്ല. നിങ്ങൾക്കറിയാം, ഒരു പരസ്പര സഹായ നിധി ആ സമയത്ത് പിരിച്ചെടുത്ത് അത് ആ വ്യക്തികൾക്ക് കൊടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതിലൂടെയാണ് ഈ കമ്മിറ്റിക്ക് വരുമാനം ഉണ്ടാവുന്നത്. വേറെ ഒരു തരത്തിലും ഇതിന് വരുമാനം ഉണ്ടാക്കാൻ ഒന്നും കാണുന്നില്ല. കാരണം നമുക്ക് സാമ്പത്തികമായി എല്ലാവരും ഉയർന്ന നിലയിലൊന്നല്ലല്ലോ. അപ്പൊ അത് എല്ലാവർക്കും പൈസ എടുക്കാനും കഴിയില്ല. അപ്പൊ നമ്മൾ കണ്ടെത്തിയ വഴിയാണ് ഈ പരസ്പര സഹായ നിധി. അപ്പൊ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടാലും അടുത്ത കമ്മിറ്റി ആരാണോ വരേണ്ടത് അവരാണ് ഈ കുറി കൊണ്ടു നടക്കുന്നത്. ഈ പരസ്പര സഹായ നിധി കൊണ്ടു നടക്കുന്നത് അവരാണ്. അവർ ഈ കറക്റ്റ് നമ്മൾ 10-ാം തീയതി പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവര് ആ നറുക്കെടുത്ത് അതിന് ഒരു 2-3 മണിക്കൂർ അവർ ഇരുന്ന് കണക്ക് കൂട്ടി അത് ക്ലിയർ ചെയ്തിട്ടാണ് ആ പൈസ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് വലിയ റിസ്ക് ആണ്. ആ റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ അതിന് ഈ കമ്മിറ്റി ആരാണോ ഇതിൽ കമ്മിറ്റിയായി വരുന്നത്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഈ മറ്റുള്ളവർ വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉണ്ടെങ്കിലും അവർക്കൊന്നും കാര്യമായിട്ട് റോൾ ഉണ്ടാവില്ല. അവർ ഇങ്ങനെ ഈ പരിപാടി ഉണ്ടാവുമ്പോൾ ഈ കസാലയിൽ ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഈ 3 വ്യക്തികളാണ് ഇത് കാര്യമായിട്ടും ചെയ്യുന്നത്. അപ്പോ ആര് കമ്മിറ്റി ഏറ്റെടുത്താലും ഈ പരസ്പര സഹായ നിധി നടന്നു പോയെങ്കിൽ മാത്രമേ ഈ കമ്മിറ്റി നിലനിൽക്കുള്ളൂ, ഈ കമ്മിറ്റിക്ക് വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്, പൈസ ഇല്ലാത്തൊരു സംഘടനയായ ഒരു കമ്മിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? നമ്മളിപ്പോ ഈ മനോഹരമായ ഈ AC ലോഞ്ചിൽ ഇരുന്ന് നമ്മളിപ്പോ സംസാരിക്കൊണ്ട് നമ്മളെ ഈ പൈസ നമ്മൾ തന്നെ സ്വരൂപിച്ച പൈസയാണ്. അത് വെറുതെ ആരെങ്കിലും 100 റുപ്യ തരുമെന്ന് ചോദിച്ചാലും തരുന്ന കാലഘട്ടമല്ലത്. ഇനിയിപ്പോ എന്റെ അടുത്ത് ഇപ്പോ കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും എന്നോട് ഒരാൾ വന്നുകൊണ്ട് ഒരു 100 റുപ്യ ഇട്ടിക്കാരണം ഞാൻ കൊടുക്കൂല. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം പരസ്പര സഹായ നിധി ഇറങ്ങാണ്ട് നമ്മൾ ഈ കമ്മിറ്റിയില് നമ്മൾ പൈസ കണ്ടെത്തന്നെ വേണം. ഈ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ആദരിക്കലോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും നിർത്തനായ ആൾക്ക് ഒരു എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാനോ കഴിയുള്ളൂ. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചപ്പോ ഇതിനൊക്കെ കമ്മിറ്റിന്റെ ആവശ്യമുണ്ടോ, ഇത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആരും ഇത് എടുക്കൂല, ആരും ചെയ്യൂല. ഇപ്പൊ ഞാനിവിടെ ഈ സ്കൂളിൽ ഈ പായസ ചലഞ്ച് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും ഇതായിട്ട് 90% ആളുകളെയും പങ്കെടുത്തു. ചില ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് മുന്നിട്ട് ഒരാളെ ഇറങ്ങണം. അത് ഞാനന്ന് ഇറങ്ങി ആ പായസം കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ എന്ന മാതിരി ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലേ ആ കമ്മിറ്റിയുടെ കീഴില് നമ്മളിതൊക്കെ പരസ്പര സഹായനിധി മറ്റുള്ള പിരിവുകളൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലേ മനോഹരമായ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ. പള്ളി കമ്മിറ്റി ആണെങ്കിലും ആ പള്ളി പിരിച്ചെടുക്കാനും അതിന്റെ മുന്നിൽ നിൽക്കാനും ആളുകൾ വേണം. അപ്പോഴേ മനോഹരമായ പള്ളികൾ ഉണ്ടാവണുള്ളൂ. അപ്പൊ നമ്മൾ ഈ കുറച്ച് ആളുകള് വെച്ചുകാണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് നിലവിൽ വരുന്ന കമ്മിറ്റിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടാവും ആ പരസ്പര സഹായ നിധി കൊണ്ടു നടക്കുക എന്നുള്ളത്. അത് കറക്റ്റായിട്ട് പൈസ കൊടുക്കണം, അത് പിരിച്ചെടുക്കണം. അതിന് നമ്മളെ ഉമ്മറെ കുട്ടിയായ മുമ്പിലൊക്കെ സഹായിച്ചിട്ടാണ് അവരെ കയ്യില് ചിലരെടുത്ത് ഇപ്പൊ കറക്റ്റിന് പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത് ആരാണോ പ്രസിഡന്റ് ആവേണ്ടത്, ആരാണോ സെക്രട്ടറി ആവേണ്ടത്, ആരാണോ ട്രഷറർ ആവേണ്ടത് എന്നല്ല. ഈ ഉത്തരവാദിത്തം ഏൽക്കുന്ന വ്യക്തികൾ ഈ കൂട്ടായ്മ നിലനിൽക്കാനും 100% പ്രയത്നിക്കണം.
അങ്ങനെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യൂ. ഞാനിപ്പോ ഇവിടെ കണ്ടത്, ഞാൻ എന്നെ തന്നെയാണ് കുറ്റം പറയുന്നത്, നിങ്ങളല്ല. ഞാൻ എല്ലാ കല്യാണത്തിനും പോലുണ്ട്, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ കല്യാണത്തിനും പോലുണ്ട്. ഈ കല്യാണങ്ങളൊക്കെ കറക്റ്റിന് എനിക്ക് പോകാൻ കഴിയും, മറ്റുള്ള യോഗങ്ങൾക്ക് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് അത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ യോഗത്തിനും വരും, കല്യാണത്തിനും പോകും. ഞാൻ എന്നെയാണ് പറയുന്നത്, നിങ്ങളല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഈ കമ്മിറ്റി നിലനിൽക്കണം. ഈ കൂട്ടായ്മ നമ്മളെ കാലഘട്ടം ആരാണോ ഇല്ലാതാവണോ അവര് കുറഞ്ഞാലും ബാക്കിയുള്ളവരിത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മള് കല്യാണം പോലെ തന്നെയാണ് കുറിയും, അതുപോലെ തന്നെയാണ് മറ്റുള്ള ഇത് കൊണ്ടു നടക്കാൻ ഒരു റൂം നമ്മൾ വാടക എടുത്തിരുന്നു. എല്ലാവരും വരലുണ്ടോ എനിക്കറിയില്ല. എക്സിക്യൂട്ടീവിൽ ഒരു 5-8 ആൾക്കാർക്ക് എപ്പോഴും വരലുണ്ട്. അപ്പൊ ഈ ആളുകള് അവിടെ വന്നിട്ട് പരസ്പരം ഇവർ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവിടുന്നാണ് തീരുമാനിക്കല്. അപ്പൊ ആ റൂം നിലനിർത്തൽ ആവശ്യമാണ്. ഇത് കോട്ടപ്പടി അങ്ങാടിയിലാണ് ഈ റൂം. അതുകൊണ്ട് എല്ലാവർക്കും വരാന്, ഇപ്പോ മുസ്തഫാക്കോ ബൽക്കൊക്കെ ഓട്ടോറിക്ഷ നിർത്തിക്കാണ്ട് ഒരു 5 മിനിറ്റ് വരാന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് ഈ റൂം നിലനിർത്തൽ ആവശ്യമാണ്. അപ്പൊ ഈ കമ്മിറ്റിയെ പോലെ തന്നെയാണ് ഈ കുറി നിലനിർത്തൽ ആവശ്യമാണ്. ഇത് കൊണ്ടു നടക്കാൻ 100% കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഈ കമ്മിറ്റിയിൽ അംഗമായിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവര് ഞാൻ കടലാസ് കമ്മിറ്റി ഇതിൽ വായിച്ചാല് പിന്നെ സെക്രട്ടറിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, ഓൽക്കൊന്നും ചിലപ്പോ ഇതില് റോൾ ഉണ്ടാവില്ല. ഇത് കൈകാര്യം പൈസന്റെ കാര്യമാണ്. 20,000 റുപ്യ നമ്മള് ഒരാൾക്ക് ധനസഹായം കൊടുത്താല് ആ സഹായം തിരിച്ച് കൊടുക്കല് നമ്മുടെ ബാധ്യസ്ഥതയാണ്. കാരണം ഇത് എല്ലാവരും കൂടി പൈസയാണ്. ഇത് ഇന്നാള് വാങ്ങിക്കണോന്ന് ഒരിക്കലും ഇവര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നാൾ 20,000 വാങ്ങി, ഓനാ ഇന്ന സമയത്ത് തന്നില്ല എന്ന് ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെന്താണ്? നമ്മളെ തന്നെയാണ് മോശാക്കുന്നത്. നമ്മളെ കൂട്ടത്തിലെ ഒരാളാണ്. നമുക്ക് അന്ന് ഇത്ര കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? നമ്മളന്ന് ചെറിയ കുട്ടികളാണ്, പലരും പല കോലത്തിലാണ്. അപ്പൊ നമ്മളെ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തില് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സഹകരണ ബാങ്ക് പ്രസിഡന്റും നമ്മുടെ സഹപാഠിയുമായ റഹ്മത്തുള്ളയാണ്. അതുപോലെ ഇതിന്റെ വാർഷിക റിപ്പോർട്ട് ചെറി കപ്പുകുത്താണ്, നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് ഏറെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹമാണ് ഇതിന്റെ വാർഷിക റിപ്പോർട്ട് വായിക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ ഇതില് അവതരിപ്പിക്കുന്നത് നമ്മുടെ ജലീൽ സാഹിബാണ്. അദ്ദേഹം നമ്മളെ കമ്മിറ്റിന്റെ ട്രഷററാണ്. 3 വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് ഈ ട്രഷറർ സ്ഥാനം വഹിച്ചിരുന്നത്. അതുപോലെ ആശംസ അറിയിക്കുന്നത് നമ്മുടെ എല്ലാ ഇതിനും മുൻപന്തിയിൽ നിൽക്കുന്ന അബീബ് റഹ്മാനാണ്. പിന്നെ ആശംസ അറിയിച്ചപ്പോൾ നമ്മള് അബൂദ് അരപ്പുണ്ട്, ഷഫീഖ് ഉണ്ട്, നാലകത്ത് വന്നിട്ടില്ല, പക്ഷെ കുഞ്ഞാപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ആർക്കാണ് ഇതിൽ പറയാനുള്ളത് അവർക്ക് വന്ന് പറയുകയും ചെയ്യുക. ഈ പരിപാടിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ സഹപാഠി സുഹൃത്തുമായ റഹ്മത്തുള്ളയെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വരവ് ചെലവ് കണക്കുകളും നമ്മുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ചെറിയ കപ്പൂത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസ പറയാൻ എല്ലാത്തിനുമുള്ള എല്ലാ ആളുകളും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുസ്തഫ, നമ്മുടെ രക്ഷാധികാരി, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാനില്ല. അദ്ദേഹത്തെ ഈ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഗൾഫിലെ ബാപ്പുവിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട അനുഭവങ്ങളാണ്. ഏത് സാഹചര്യത്തിലും എപ്പോൾ ചെന്ന് കയറി ചെന്നാലും പറയാനും പറ്റിയ ഒരാള് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരാളാണ്. അപ്പൊ എനിക്ക് വളരെയധികം ഇതുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു എന്റെ ആത്മസുഹൃത്താണ്, എല്ലാവരും സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെയും ഞാൻ എൻ്റെ ഹൃദയം വന്ന സ്വാഗതം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടും, ആർക്കെങ്കിലും പേരെടുത്ത് പറയാൻ എല്ലാവരും സമയം വൈകും. എനിക്ക് തന്നെ 5 മിനിറ്റ് സമയം തന്നിട്ടുള്ളൂ. കാരണം നമ്മളെന്താ ഒരു കണക്കും കാര്യം ഇല്ലാഞ്ഞാല്
എല്ലാവരും ഇങ്ങനെ കാട് കയറി പോകും, പലർക്കും പലതും പറയാനുണ്ടാവും. അപ്പൊ എനിക്ക് തന്നെ 5 മിനിറ്റ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പേരെടുത്ത്, എല്ലാവരും പേരും എനിക്കറിയാം, ഈ തലക്കുന്ന ആ തലവരെ പേരറിയാം. പക്ഷെ ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം നൽകുന്നുകൊണ്ട് ഇതിന്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ റഹ്മത്തുള്ള സാഹിബിനെ ആദരവും ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1984 അറബിക് ബാച്ചിന്റെ മുഖ്യ രക്ഷാധികാരി മുസ്തഫ എവി, നമ്മുടെ ആദരണീയനായ സെക്രട്ടറി ചെറി, ട്രഷറർ ജലീല്, ഇവിടെ സ്വാഗതം പറഞ്ഞ ജോയിന്റ് സെക്രട്ടറി ഷംസു ചുള്ളി, 84 ബാച്ചിന്റെ ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5 വർഷങ്ങൾക്ക് മുമ്പ് എ.വി. മുസ്തഫയും ലത്തീഫ് കളപ്പാടിനും തുടങ്ങി വെച്ച ഈ ഒരു കൂട്ടായ്മ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവതരിപ്പിക്കുന്ന 9 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമ്മൾ ഈ കമ്മിറ്റി നിലയിൽ വന്നിട്ട് 3 വർഷമായി. 3 പ്രാവശ്യവും ഓരോ പ്രാവശ്യം മാറി മാറി ഈ പ്രസിഡന്റും ഈ സെക്രട്ടറിയും ഈ ട്രഷററുമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ല ഈ പ്രസിഡന്റ് എന്നുള്ളവർക്കോ ഈ കമ്മിറ്റി നിന്നോ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടുണ്ടായതായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തു തരണമെന്ന് കൂടി അറിയിക്കുകയാണ്. പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ വരട്ടെ. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവണം. പടച്ചവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ചെറിയ ആദരവുകൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ 84 ബാച്ചിന്റെ മുഖ്യ രക്ഷാധികാരി മുസ്തഫ എവി, പ്രിയ സ്നേഹിതൻ 84 ബാച്ചിന്റെ പ്രസിഡന്റ് റഹ്മത്തുള്ള തറയിൽ, 84 ബാച്ചിന്റെ പ്രിയപ്പെട്ട ട്രഷറർ അബ്ദുൽ ജലീൽ പട്ടക്കടവൻ, എന്റെ സഹകാരിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ബാച്ചിന്റെ സെക്രട്ടറി ഷംസുദ്ദീൻ ചുള്ളി, മറ്റൊരു സെക്രട്ടറി കുഞ്ഞാപ്പൂ മച്ചിങ്ങൽ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, അതിലുപരി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ട് അത് 100% കുറ്റമറ്റതാക്കിയ രീതിയിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ PK, മറ്റൊരു വൈസ് പ്രസിഡന്റ് അദ്ദേഹം എത്താൻ സാധിക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്, ഷഫീഖ് നാലകത്ത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മാക്ക് കുറച്ച് അസുഖം ഉണ്ടത് എറണാകുളത്താണുള്ളത്, അതുകൊണ്ട് അദ്ദേഹം അവിടെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും, പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി നമുക്കുണ്ടായിരുന്നു. കമ്മിറ്റി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു അത്. അതിൽ പ്രധാനികളായിട്ടുള്ള പ്രിയപ്പെട്ട അബു തോരപ്പ എന്നിവിടെ ഉണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ബാപ്പു മച്ചിങ്ങൽ, എന്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നിലവിലുള്ള ഭരണസമിതിയിൽപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർമാർ, മറ്റ് 84 ബാച്ചിലെ കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ കടമ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും വായിക്കാറുള്ളത് പോലെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കടമയിലേക്ക് കടക്കാം. നമുക്ക് ഒരുപാട് ലേറ്റ് ആവാത്ത രീതിയിൽ പെട്ടെന്ന് പരിപാടി കഴിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. ബഹുമാന്യായ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഷാഹുൽ അമീദ്
സ്വാഗതം. അപ്പോ ഷംസു പറഞ്ഞതില് സ്വാഗതം പറഞ്ഞ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം 5 കൊല്ലമല്ല 6 കൊല്ലം മുമ്പ് നമ്മൾ ഈ 84 ബാച്ച് രൂപീകൃതമായിട്ടുണ്ട്. 6 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ച 84 ബാച്ചിന്റെ ഓരോ പരിപാടികളും കുറ്റമറ്റതായ രീതിയിൽ വളരെ ലീഗലായിട്ട് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പരസ്പര സഹായം ഒരു വഴിക്ക് പോകുന്നുണ്ട്. സാമ്പത്തിക സഹായം നമ്മൾ ഒരു ലിമിറ്റ് വെച്ച് 20,000 രൂപ വരെ നമ്മൾ സഹായമായിട്ട് അത്യാവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലുപരി നമ്മുടെ ഫണ്ടിൽ നിന്ന് ഉള്ള ഫണ്ട് അനുസരിച്ച് നമ്മൾ 20,000 രൂപ വരെ നമ്മൾ സഹായമായി കടമായി കൊടുക്കുന്നുണ്ട് 3 മാസത്തെ കാലാവധിയിൽ. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുട്ടികളുടെ കല്യാണത്തിന് മറ്റു കാര്യങ്ങൾക്ക് അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഈ ഭാരവാഹികളുടെ കഴിവുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടും 84 ബാച്ച് കുടുംബത്തിൽ എല്ലാവരുടെയും സഹകരണം കൊണ്ടും ഒന്ന് മാത്രമാണ് ഈ പരിപാടി നമുക്ക് ഈ ഒരു നമ്മുടെ ബാച്ചിന്റെ ഈ കൂട്ടായ്മയെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. സ്വാഗത പ്രസംഗത്തിൽ സംശയം പറഞ്ഞതുപോലെ കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ്. ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് പോലെ ഭാരം ചുമക്കുന്നവർ എന്നാണ് അർത്ഥം. അപ്പൊ ഭാരം ചുമക്കാൻ തയ്യാറുള്ള ആളുകളായിരിക്കണം ഭാരവാഹിത്വത്തിൽ വരേണ്ടത്. നിർത്തി എല്ലാവരും വരരുത് എന്നുള്ളതല്ല കേട്ടോ. തുടർച്ചയായി വരുന്ന 2-3 വർഷമൊക്കെ പ്രായമുള്ള കമ്മിറ്റി ആകുമ്പോൾ ആർക്കും ചെറിയൊരു വിരോധാഭാസമൊക്കെ തോന്നാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനടക്കമുള്ള എന്റെ സഹ ഭാരവാഹികളടക്കം ഇതേ ഹാളിൽ വെച്ച് ഇതേ സമയത്ത് മാറി നിൽക്കാൻ തയ്യാറായതാണ്. പുതിയ ആളുകൾ വരട്ടെ, എല്ലാവർക്കും കഴിവുള്ള ആളാണ്. എൻ്റെ ഒരു കണക്കിൽ നമ്മൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിന്റെ ഭാഗമാകാൻ, ഇതിന്റെ ഭാരവാഹിത്വത്തിൽ വരാനൊക്കെ കഴിയുന്ന ആളുകൾ തന്നെയാണ്. കാരണം നമ്മളൊരു ബാച്ചല്ലേ, നമുക്ക് ഒരേ വിദ്യാഭ്യാസമാണ്. 2-3 ആൾക്കാർ മാത്രം 10ാം ക്ലാസ്സിൽ കഴിച്ചിലായിട്ടുള്ളൂ. ബാക്കി ആൾക്കാർക്ക് തോറ്റവരനെയാണ്. അപ്പൊ ഒരേ ഡിഗ്രിയാണ്. ഡിഗ്രിക്കൊന്നും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ കഴിവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കഴിവ് ജന്മന ആർക്കും കൊടുക്കൂല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ടുള്ള കമ്മിറ്റി വരുമ്പോൾ ആ പേര് നിർദ്ദേശിക്കുമ്പോൾ അവിടെ പാനലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ നമുക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ആ പാനലിൽ പേര് വന്നിട്ടുള്ള ആളുകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇപ്പോൾ സംസ്ഥമായി തന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു. പരസ്പര സഹായതി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറ്റപ്പെടുത്തല്ല. അത് ഉത്തരവാദിത്തം തന്നെയാണ്. നല്ല ഉത്തരവാദിത്തമാണ്. നല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ചില്ലറ ഉത്തരവാദിത്തമല്ല. കാരണം കറക്റ്റ് നമ്മൾ സ്പോട്ടിൽ നമ്മൾ നറുക്കെടുക്കുന്നു. അപ്പൊ തന്നെ സ്പോട്ടിൽ നമ്മൾ പൈസ കൊടുക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതിലുപരിയായിട്ട് കുറിന്റെ കൂടെ ആയിട്ട് നമ്മൾ ഒരു നിറക്ക് ചേരുന്ന ആളുകൾ 100 രൂപയും അരനിറക്ക് ചേരുന്ന ആളുകൾ 500 രൂപയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ റൂമിന്റെ വാടകയും കറണ്ട് ബില്ലും എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതിന് കണക്കുകളോട് പ്രിയപ്പെട്ട ട്രഷറർ അവതരിപ്പിക്കും. അദ്ദേഹം അക്കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ബാക്കിൽ കുറെ പ്രയത്നങ്ങളുണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരു റിട്ടയർമെന്റ് കാലാവധിയിൽ നിൽക്കുന്ന ആളല്ല. ഞാനൊക്കെ ജോലി ഉള്ള ആളാണ്. രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് വരുന്ന ആളാണ്. ഒഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ എന്റെ സമയം ഉണ്ടാക്കിയിട്ടാണ് ഈ 2-3 വർഷക്കാലം ഞാൻ ഇതിന്റെ ചില സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചത്. നിങ്ങളുടെ നിറഞ്ഞ സ്നേഹവും സഹകരണവും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ അതിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എന്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും പുറത്ത് മാപ്പാക്കി തരണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം ഈ കമ്മിറ്റിയുടെ കാലാവധി ഇന്ന് നമ്മൾ അല്പസമയത്തിനകം ഇവിടെ തീരും. അത് കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റി നിലവിൽ വരും. ആര് വന്നാലും എല്ലാവരും വരാൻ തയ്യാറാവണം. ആര് വന്നാലും ആ കമ്മിറ്റിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണകളും ഉണ്ടാവണം, സഹകരണങ്ങൾ ഉണ്ടാവണം. നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ ഗ്രാഫ് ഉയരാനേ പാടുള്ളൂ, താഴാൻ പാടില്ല. നമ്മുടെ 84 ബാച്ചിന്റെ ഈ ഒരു കൂട്ടായ്മ എന്ന് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ കമ്മിറ്റി നിലനിൽക്കണം. ഈ ഫണ്ട് വേണമെങ്കിൽ പരസ്പര സഹായ നിധി വേണം. നമുക്ക് സഹായിക്കണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ തിരിച്ചു കിട്ടാത്ത സഹായങ്ങൾ അതാണ് ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായം നമുക്ക് ചെയ്യാതെ തിരിച്ചു വാങ്ങാത്ത സഹായമാണ്. അത് നമ്മളെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പൈസ വേണം. മറ്റു വരുമാന മാർഗങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഭാവിയിൽ അത്തരം വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ കാണണം. പിന്നെ ഒന്നുള്ളത് നമ്മൾ കടമായിട്ട് ലോണായിട്ട് സെക്രട്ടറി പറഞ്ഞതുപോലെ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. 20 രൂപ അത് 3 മാസത്തിനകം നമ്മൾ തിരിച്ച് തരുന്നുണ്ട്. ചെറിയ 1-2 ആളുകളൊക്കെ നമ്മൾ ഒരിക്കലും ആളുകളെ പേര് പറയാറില്ല. കാരണം ബുദ്ധിമുട്ടെല്ലാവർക്കും വരും. എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ 2-3 വർഷം മുമ്പുള്ള കമ്മിറ്റിയിലും പറഞ്ഞതാണ്. ആരുടെ പേരും ഇവിടെ പറയില്ല എന്നുള്ളത് തന്നെ
ഒരുപാട് ആളുകൾ ഇങ്ങനെ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 മാസം കാലാവധി വെച്ചിട്ട് കൊടുക്കും. 20 ഉറുപ്പിക വരെ മാക്സിമം കൊടുക്കും. അത് തിരിച്ചു തരണം. അതിൽ കുറച്ച് വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. ചില ആൾക്ക് മനുഷ്യ സഹജമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കും. പക്ഷെ അത് നിങ്ങൾ വീഴ്ചകൾ വരുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒഴുക്ക് അത് പിന്നെ തിരിഞ്ഞു പോകുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് മറ്റുള്ള ആളുകൾ സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള ഫണ്ട് നമ്മളില്ല. എത്ര ഫണ്ട് ബാലൻസ് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എത്ര ബാലൻസ് ഉണ്ടായിരുന്നതൊക്കെ ഇവിടെ വായിക്കും, കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ആളുകൾ ലോൺ ഇവിടെ സമർപ്പിക്കാൻ ഞാൻ പറയട്ടോ, ഞാനും കുറ്റപ്പെടുത്തി പറയില്ല, ആളെ പേരും പറയണില്ല. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് പൈസ തിരിച്ചെന്നാൽ മതി. പക്ഷെ ആ 3 മാസത്തിനുള്ളിൽ പൈസ കിട്ടാതിരുന്നാൽ ഇപ്പുറത്ത് അപ്പത്തിന് വേറെ ആൾക്കാർ പൈസ ചോദിച്ചിട്ടുണ്ടാവും. അവർക്ക് കൊടുക്കാൻ ഫണ്ടിൽ പൈസ ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊരു 10-40 ഉറുപ്പ്യ നമ്മളെ കയ്യിൽ ഫണ്ടിൽ എപ്പോഴും വേണമല്ലോ, അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു പ്രയാസോ ബുദ്ധിമുട്ടോ നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. മറ്റേ ബ്ലാങ്കേക്ക് കൊടുക്കാൻ പറ്റൂല. എന്നാലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത ആളുകൾ തിരിച്ച് അതിന്റെ മുറക്ക് ആ സമയത്തിന് എന്നാൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിൽ വീഴ്ച വരുത്തുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് സർവ്വശക്തന്റെ അനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ ആയിത്തീരുമെന്നും ഇത്തരത്തിലൊരു ഒരു നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമെന്നൊന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആഗ്രഹിച്ചതാണെങ്കിൽ കൂടി പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹീയമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കതിന് സാധിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവാണത്. കാരണം പ്രവർത്തന മികവും നമ്മുടെ 54 കുടുംബത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങളുമാണ് ഈ ഒരു നിലയിൽ നമുക്ക് എത്താൻ സാധിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സമയം തന്നെയാണ് പ്രശ്നം. 7:45 സമയം. അതിനകത്ത് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഈ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. 1954 GMHS SLC ബാച്ച് അറബിക് കൂട്ടായ്മ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് 26/1/2025 ഞായറാഴ്ച, ഗസൽ ലോഞ്ച്, മലപ്പുറം. ടൈം 7 മണി. വാർഷിക റിപ്പോർട്ട് 2024-25. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ നമ്മുടെ 84 ബാച്ച് കൂട്ടായ്മയുടെ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പ്രതിപാദിക്കുന്നത്. 21/1/2024 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഗസൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേ ലോഞ്ചിൽ വെച്ച് ചേർന്ന 84 ബാച്ചിന്റെ വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വെച്ച് നമ്മുടെ ബാച്ചിന്റെ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുകയും 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് റഹ്മത്തുള്ള തറയിൽ പ്രസിഡന്റായും, സെയ്ദലവി ചെറി കപ്പുകുത്തി എന്ന ഞാൻ ജനറൽ സെക്രട്ടറിയായും, അബ്ദുൽ ജലീൽ പട്ടർകടവൻ ട്രഷററായും, വൈസ് പ്രസിഡന്റുമാരായി ഹബീബ് റഹ്മാൻ പട്ടർകടവൻ, ഷെഫീഖ് നാലകത്ത് എന്നിവരും, സെക്രട്ടറിമാരായി ഷംസു ചുള്ളിയിൽ, കുഞ്ഞാപ്പു മച്ചിങ്ങൽ എന്നിവരും, മുഖ്യ രക്ഷാധികാരിയായി മുസ്തഫ എവിയും അടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും നിലവിലുള്ള ഈ മേൽപ്പറഞ്ഞ കമ്മിറ്റിയാണ് 2024-25 വർഷ കാലയളവിൽ 84 ബാച്ചിന്റെ ഭരണസമിതി അംഗങ്ങളായും ഇന്ന് ഈ കാലയളവ് വരെ പ്രവർത്തിച്ചു വരുന്നത്. നിലവിലുള്ള കമ്മിറ്റിയിൽ മേൽപ്പറഞ്ഞ 8 ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതും കമ്മിറ്റി അംഗങ്ങളായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അബു തോരപ്പ, അഷ്റഫ് ബാപ്പു മച്ചിങ്കൽ, മുഹമ്മദ് ബഷീർ CH, ഉമ്മർ എവി, ഷംസു പോസ്റ്റ്, കുട്ടി അഹമ്മദ്, ഇക്ബാൽ മൈലപ്പുറം, അബ്ദുറഹ്മാൻ കുഞ്ഞിപ്പ, ഇക്ബാൽ മങ്കരത്തൊടി എന്നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും ചേർന്നാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും നടപ്പാക്കുന്നതും. 2014 ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് നാളിതുവരെ പ്രവർത്തിച്ചു പോകുന്നത്. തുടർന്ന് പുതിയ കമ്മിറ്റിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 84 ബാച്ചിന്റെ ഓഫീസിൽ വെച്ച് 4/2/24 ഞായറാഴ്ച 7 മണിക്ക് ചേരുകയുണ്ടായി. അന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് 84 ബാച്ചിന്റെ പുതിയ പരസ്പര സഹകരണത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്ത് അസുഖ ബാധിതനായി കഴിഞ്ഞിരുന്ന, ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത അധികാരത്തൊടിയിലെ അബ്ദുൽ മജീദിന്റെ ചികിത്സാ സഹായ ഫണ്ടിനെ കുറിച്ചുമായിരുന്നു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനപ്രകാരം മജീദിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് അടിയന്തരമായി നമ്മുടെ ഫണ്ടിൽ നിന്നും 20,000 രൂപ അനുവദിക്കുകയും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മുഴുവൻ പേരും ചേർന്ന് ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. വേണ്ടിവന്നാൽ ഭാവിയിൽ അദ്ദേഹത്തിന് കൂടുതൽ സഹായം നൽകാമെന്നും താൽക്കാലികമായി 20,000 രൂപ നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പുതിയ പരസ്പര സഹായനിധി 2024 ഫെബ്രുവരി 10 തന്നെ തുടങ്ങാനും അന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനിച്ചു. കുറിയിൽ ചേരുന്ന 84 ബാച്ച് സുഹൃത്തുക്കൾ ഒരു നറുക്ക് ചേരുന്നവർ പരസ്പര സഹായനിധിയിലേക്ക് അടക്കുന്ന പണത്തിന്റെ കൂടെ 100 രൂപയും അര നറുക്ക് ചേരുന്നവർ 50 രൂപയും നൽകി നമ്മുടെ ഓഫീസ് റൂം വാടക, കറന്റ് ചാർജ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയും നൽകണമെന്നും തീരുമാനിച്ചു. അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രസിഡന്റ് റഹ്മത്തുള്ള തറയിൽ അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ചെറിയ കപ്പുകുത്ത് സ്വാഗതം പറഞ്ഞു, മുഖ്യരക്ഷാധികാരി എ മുസ്തഫ ചർച്ച നിയന്ത്രിച്ചു. എല്ലാ സഹഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. യോഗാവസാനം ട്രഷറർ അബ്ദുൽ ജലീൽ PK നന്ദി അർപ്പിച്ച് സംസാരിച്ചു.
പിന്നീട് നമ്മുടെ 84 ബാച്ചിന്റെ ഫാമിലി മീറ്റും അതോടൊപ്പം SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികളെ ആദരിക്കലും അതോടൊപ്പം അന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ ട്രഷറർ അബ്ദുൽ ജലീലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമുള്ള യാത്രയപ്പും ചേർന്ന് ഒരു മെഗാ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. 20/5/2024 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഗസൽ ഒഡ്യോത്തിൽ, ഇതേ ഒഡ്യോത്തിൽ വെച്ചാണ് നമ്മൾ അന്ന് ഈ മീറ്റ് സംഘടിപ്പിച്ചത്. SLC +2 എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള ആദരവിന്റെ ഭാഗമായി നമ്മുടെ സഹപാഠി സുഹൃത്തുക്കളുടെ 8 മക്കൾക്ക് 84 ബാച്ചിന്റെ ആദരം മൊമെന്റോയായി നൽകുകയുണ്ടായി. ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും മറ്റ് 84 ബാച്ച് അംഗങ്ങളും ഒക്കെ ചേർന്നാണ് മൊമെന്റോ വിതരണം നടത്തിയത്. കൂടാതെ നമ്മുടെ പ്രസിഡന്റ് റഹ്മത്ത് തറയിലിന് അദ്ദേഹം മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ സന്തോഷത്തിന്റെ ഭാഗമായി 84 ബാച്ചിന്റെ ആദരം നൽകുകയുണ്ടായി. മുഖ്യ രക്ഷാധികാരി മുസ്തഫ AB ആണ് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് അദ്ദേഹത്തിനുള്ള നമ്മുടെ ബാച്ചിന്റെ മൊമെന്റോ സമ്മാനിച്ചത്. തുടർന്ന് നമ്മുടെ ബാച്ചിന്റെ ഔദ്യോഗിക പരിപാടികളും അതുകൂടാതെയുള്ള നമ്മുടെ കുടുംബങ്ങളുടെ പരിപാടികളും മറ്റും തന്റെ ക്യാമറയിൽ പകർത്തിയ ആ ദൃശ്യാനുഭവം നമുക്ക് മുമ്പിൽ അതിശയിപ്പിച്ച് സമർപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ട ഹബീബിനുള്ള 84 ബാച്ചിന്റെ സ്നേഹം അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി ചെറിയ കപ്പൂത്താണ് മൊമെന്റോ സമ്മാനിച്ചത്. അതിനുശേഷം 84 ബാച്ചിന്റെ കുടുംബത്തിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെടുന്ന ട്രഷറർ അബ്ദുൽ ജലീലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 84 ബാച്ച് ഊഷ്മളമായ യാത്രയപ്പും നൽകി ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. നന്ദി സൂചകമായി അബ്ദുൽ ജലീൽ മറുപടി പ്രസംഗം നടത്തുകയും 84 ബാച്ച് നൽകിയ ആദരവിനും സന്തോഷത്തിനും യാത്രയപ്പിനും നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടോ, കാരണം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ്. ആകെ 10 പേജുള്ളൂ, അതിന് 4 കഴിഞ്ഞു. മനസ്സിലാണ്ടാവും വിചാരിക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അന്നത്തെ പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒട്ടുമിക്ക പേരും എത്തിയത് അവരുടെ ഫാമിലിയോടൊപ്പം ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ അന്നത്തെ പ്രോഗ്രാം പ്രൗഢ ഗംഭീരമായിട്ടാണ് അവസാനിച്ചത്. വന്നവർക്കെല്ലാം 84 ബാച്ച് ഭക്ഷണവും ഒരുക്കിയിരുന്നു. മുഖ്യ രക്ഷാധികാരി A മുസ്തഫയുടെ നേതൃത്വത്തിൽ നടന്ന ഫാമിലി മീറ്റും കുട്ടികളെ ആദ്യ ചടങ്ങും യാത്രയപ്പും 84 ബാച്ചിന്റെ പേരിലുള്ള എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു പൊൻതൂവലായി മാറി എന്നതാണ് നേര്. പ്രസിഡന്റ് റഹ്മത്തുള്ള, വൈസ് പ്രസിഡന്റ് അബീബ് റഹ്മാൻ എന്നിവർ തങ്ങൾക്ക് നൽകിയ ആദരവിലും ഉപഹാര സമർപ്പണത്തിലും നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കൂടാതെ വൈസ് പ്രസിഡന്റ് ഷഫീഖ് നാലകത്ത്, സെക്രട്ടറി ശംസു ചുള്ളിയിൽ, എക്സിക്യൂട്ടീവ് മെമ്പർ അബു തോരപ്പ, സഫീർ KK, നാസർ ചമ്മങ്കടവ് എന്നിവർ പ്രസ്തുത പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അന്നത്തെ പ്രോഗ്രാമിൽ പ്രസിഡന്റ് അഹമ്മദ് തറയിൽ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി ചെറിയ കപ്പൂത്ത് സ്വാഗതം പറഞ്ഞു. ട്രഷറർ ജലീൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ശേഷം 4/2/24 ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനപ്രകാരം നമ്മുടെ സഹപാഠി സുഹൃത്തായിരുന്ന അബ്ദുൽ മജീദിനുള്ള ധനസഹായം വിതരണം ചെയ്തു. ചികിത്സാ ചെലവിലേക്കുള്ള താൽക്കാലിക ധനസഹായമായ 20,000 രൂപ 84 ബാച്ച് സെക്രട്ടറി കുഞ്ഞാപ്പു മച്ചിങ്ങൽ മജീദിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് നമ്മുടെ 84 ബാച്ചിന്റെ മേൽപ്പറഞ്ഞ തുക കൈമാറിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു സഹപാഠി സുഹൃത്തിന്റെ മകളുടെ വിവാഹ ആവശ്യത്തിലേക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഫണ്ടിൽ നിന്നും 20,000 രൂപ നൽകുകയുണ്ടായി. ഇതുകൂടാതെ നമ്മുടെ ഫണ്ടിൽ നിന്നും നമ്മൾ മുമ്പ് തീരുമാനിച്ച പ്രകാരമുള്ള ധനസഹായം 3 മാസത്തെ കാലാവധിക്കുള്ളിൽ തിരിച്ചടക്കണമെന്ന വ്യവസ്ഥയിൽ 5-6 പേർക്ക് നൽകാൻ സാധിച്ചു. മാക്സിമം 20,000 രൂപ വരെയാണ് നമ്മൾ നൽകി വരാറുള്ളത്. അത് പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫണ്ടിന്റെ ബാലൻസ് തോത് അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ സിസ്റ്റം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നും അങ്ങനെ വായ്പ എടുക്കുന്നവർ 3 മാസത്തിനുള്ളിൽ തന്നെ നിർബന്ധമായും തിരിച്ചു തരണമെന്നും എന്നാൽ മാത്രമേ നമുക്ക് അത് മറ്റുള്ളവർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കൂടി സഹായകരമാവുന്ന രീതിയിൽ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഈ വാർഷിക റിപ്പോർട്ടിൽ ഞാൻ ഉണർത്തുകയാണ്. ഇതിന്റെ കൃത്യമായ കണക്കുകളും മറ്റും ഇന്ന് ഇവിടെ ഈ ജനറൽ ബോഡിയിൽ വെച്ച് ട്രഷറർ അബ്ദുൽ ജലീൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഈ വാർഷിക റിപ്പോർട്ടിൽ കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. അതിനുശേഷം പിന്നീട് നമ്മുടെ ബാച്ചിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നത് 20/10/2024 ഞായറാഴ്ചയാണ്. വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഓഫീസിൽ വെച്ച് ചേർന്ന മീറ്റിംഗിന്റെ പ്രധാന അജണ്ടകൾ നമ്മുടെ ബാച്ചിന്റെ ടൂർ യാത്ര, അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വാർഷിക ജനറൽ ബോഡി ഡേറ്റ് ഫിക്സ് ചെയ്യല്, അതുകൂടാതെ മറ്റ് ഭാവി പ്രവർത്തനങ്ങൾ എന്നിവയായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ജനറൽ ബോഡി ഡേറ്റ്, അതായത് 26/1/2025 ഞായറാഴ്ച 6:30 ഗസൽ ലോഞ്ചിൽ വെച്ച് ഇന്ന് ഇവിടെ വെച്ച് ചേരാൻ തീരുമാനമായത്. കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ചാണ് നമ്മുടെ ടൂറിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അത് പ്രകാരമാണ് 24/11/2024 ഞായറാഴ്ച നമ്മുടെ വൺ ഡേ ടൂർ ഫിക്സ് ചെയ്തത്. അതുകൂടാതെ അസുഖബാധിതനായി കഴിയുന്ന നമ്മുടെ സുഹൃത്ത് പൂക്കു തങ്ങളെ സന്ദർശിക്കാനും ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമായി. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത് തന്നെ നമുക്ക് പുതിയ കമ്മിറ്റി ആരായാലും നമുക്ക് സന്ദർശിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു തീരുമാനം നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുന്ന ചടങ്ങും
അടുത്ത ഫാമിലി മീറ്റുമായിരുന്നു. ഈ 2 പ്രോഗ്രാമുകളും ഇന്നത്തെ ജനറൽ ബോഡിക്ക് ശേഷം പുതിയ കമ്മിറ്റിക്ക് കീഴിൽ നടത്താനും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ധാരണയായി. കമ്മിറ്റിയിൽ ചർച്ച നിയന്ത്രിച്ചത് മുഖ്യ രക്ഷാധികാരി എ മുസ്തഫയും സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി ചെറിയുമായിരുന്നു. പ്രസിഡന്റ് റഹ്മത്ത് തറയിൽ അധ്യക്ഷനായിരുന്നു. ട്രഷറർ അബ്ദുൽ ജലീൽ നന്ദി സംസാരിച്ചു. നമ്മുടെ വൺ ഡേ ടൂറിന്റെ കോർഡിനേറ്ററായി നമ്മുടെ കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ഹബീബ് റഹ്മാനെ ഇന്നത്തെ മീറ്റിംഗിൽ ആണ് തെരഞ്ഞെടുത്തത്. മറ്റൊരു കാര്യം ഈ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ ഉള്ളത്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മാത്രം ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിലൂടെ പല തവണകളായി ഇടയ്ക്കിടെ വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് എന്നുകൂടി പ്രത്യേകം അറിയിക്കുന്നു. 24/11/2024 ഞായറാഴ്ച ഇന്നായിരുന്നു നമ്മുടെ ബാച്ചിന്റെ ടൂർ യാത്ര. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് ആ ടൂറിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണെന്നാലും നമുക്ക് സാന്ദർഭികമായിട്ട് പറയണല്ലോ എന്ന് പറയണം. മുൻപ് തീരുമാനിച്ചതുപോലെ കോർഡിനേറ്റർ ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ രാവിലെ 4 മണിക്ക് പ്രീതി ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു. 34 പേരടങ്ങുന്ന സംഘമാണ് അന്നത്തെ നമ്മുടെ യാത്രയിൽ സംബന്ധിച്ചത്. വൺ ഡേ പ്രോഗ്രാം ആയിരുന്നു ടൂർ. നാടുകാണി ചുരം വഴി ഗൂഡല്ലൂര്, മസനഗുഡി, മോയാർ ഡാം, വന്യമൃഗങ്ങൾ വസിക്കുന്ന കാട്ടിലൂടെയുള്ള 1 മണിക്കൂർ യാത്ര, ഓഫ് റോഡ് വഴിയുള്ള ട്രെക്കിംഗ് തുടങ്ങി മനസ്സിന് ഉല്ലാസവും സന്തോഷവും നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഒരുപാട് ദൂരത്തേക്കല്ലെങ്കിലും ഉള്ള യാത്രയിൽ മനസ്സ് നിറക്കുന്ന ഒരുപാട് കാഴ്ചകളും ഉണർവും, കൂടാതെ ഒരു ആന നമ്മുടെ ബസിന്റെ മുമ്പിലേക്ക് ഓടി വന്നതും കുറച്ചു നേരം എല്ലാവരും ഒന്ന് ചെറുതായി ഭയപ്പെട്ടതും ഞാനൊഴികെ അടക്കം അന്നത്തെ യാത്ര വളരെ ഉല്ലാസപ്രദമായിരുന്നു, ആനന്ദകരമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. രാത്രി 10 മണിക്കാണ് ടൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയത്. അതിനുശേഷം അവസാനമായി ഈ മാസം 5-ന് ഞായറാഴ്ചയാണ് നമ്മുടെ ഓഫീസിൽ വെച്ച് നിലവിലുള്ള ഈ കമ്മിറ്റിയുടെ ലാസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നിലവിലുള്ള കമ്മിറ്റിയുടെ അവസാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നത്. പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ ഇന്നത്തെ ജനറൽ ബോഡിയെ കുറിച്ച് മാത്രമായിരുന്നു. ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഒരുക്കങ്ങളും അതിന് വേണ്ട കാര്യങ്ങളും പ്രോഗ്രാംസും എല്ലാം അന്നാണ് തീരുമാനിച്ചത്. തീരുമാനങ്ങൾ വളരെ കൃത്യതയോടെ ഓരോ കാര്യങ്ങൾ വിലയിരുത്തി ഓഡിറ്റോറിയം റിസൽ ഫിക്സ് ചെയ്തു. വൈകുന്നേരം അഥവാ മഗ്‌രിബിന് ശേഷം കൃത്യം 6:30 തന്നെ ജനറൽ ബോഡി മീറ്റിംഗ് തുടങ്ങാൻ തീരുമാനിച്ചു. ആദ്യം പ്രാർത്ഥനയും പിന്നീട് സ്വാഗതവും അതിനുശേഷം അധ്യക്ഷ പ്രസംഗവും ശേഷം വാർഷിക റിപ്പോർട്ടും അതിനുശേഷം വരവ് ചെലവ് കണക്കുകളും ശേഷം ആശംസാ പ്രസംഗങ്ങളും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവലോകനങ്ങളും നന്ദി പ്രസംഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഭരണാധികാരെ തീരുമാനിക്കലും പുതിയതായി തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിക്ക് മിനിറ്റ്സും അക്കൗണ്ട് ബുക്കും തുടങ്ങിയവ കൈമാറലും പുതിയതായി തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിന്റെ അഭിസംബോധന പ്രസംഗവും നമ്മുടെ ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് പി കെ ഹബീബ് റഹ്മാനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ മുസമ്മലിനെയും ഷംസു പോസ്റ്റിനെയും ചുമതലപ്പെടുത്തുകയും ഒക്കെയുള്ള തീരുമാനങ്ങൾ അന്നത്തെ, അതായത് കഴിഞ്ഞ 5-ാം തീയതി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനിച്ചത്. കൂടാതെ നമ്മുടെ പുതിയ പരസ്പര സഹായനിധി ഫെബ്രുവരി 10-ന് അടുത്ത മാസം തന്നെ പുതിയ കമ്മിറ്റിക്ക് കീഴിൽ തുടങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടിൽ നിന്നും 3 മാസത്തെ കാലയളവിൽ കടമായി ധനസഹായം വാങ്ങുന്നവർ കാലാവധി തെറ്റിച്ചാൽ പിന്നീട് ആ ഒരു വർഷം അവർക്ക് ധനസഹായം കൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനവും അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനിച്ചത്. 3 മാസത്തെ കാലാവധിക്കുള്ളിൽ കാശ് കൊടുക്കുന്ന ആളുകൾ ആ ഒരു ടൈമിനുള്ളിൽ തെറ്റിച്ചു കഴിഞ്ഞാലുള്ള ലീഗൽ പ്രശ്നമാണ് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു. അതാണ് അന്നത്തെ കമ്മിറ്റിയിൽ ഞാനല്ല കേട്ടോ, ടോട്ടലി എല്ലാ കാര്യങ്ങളും എടുക്കുന്ന നല്ലൊരു കമ്മിറ്റി നമുക്കുണ്ട്, അവർ തീരുമാനിച്ചത്. നമ്മുടെ ഈ ജനറൽ ബോഡി നടക്കുന്നത് ഗസൽ ലോഞ്ചിന് നമ്മിൽ നിന്നും മണം പറഞ്ഞു പോയ സഹപാഠി സുഹൃത്തുക്കളായ പൂവൻതുടി അബ്ദുൾ റസാഖ്, ഇത് അറിയുന്ന ആളുകൾ എല്ലാവരും ഇല്ലേ? അറിയുന്ന ആളുകളല്ലേ? 2000 മരണപ്പെട്ടത് അല്ലെ? 2000 മരണപ്പെട്ട പൂവൻതുടി അബ്ദുൾ റസാഖ്, അദ്ദേഹം ഒരു അപകടം 2007 മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് അങ്ങനെയാണ് മരണപ്പെട്ടത്. പൂവൻതുടി അബ്ദുൾ റസാഖിന്റെയും അരിപ്പുറവൻ പാറക്കൽ അബ്ദുൽ മജീദ് അഥവാ AP അബ്ദുൽ മജീദ് എന്നിവരുടെ പേര് നൽകാൻ, അതാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്ന പേര്, തീരുമാനിച്ചു. അപ്പോൾ അവസാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ആ യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള നമ്മുടെ വാർഷിക ജനറൽ ബോഡിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഈ വാർഷിക റിപ്പോർട്ട് എഴുതി തീരും മുമ്പേ കുറച്ച് പ്രിയ സുഹൃത്തുക്കളോട് തീരാത്ത നന്ദിയും കടപ്പാടും 84 ബാച്ചിനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാനാണ് മുൻപ് എല്ലാ പ്രാവശ്യവും പറയാനുള്ളത് പോലെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അത് നമ്മുടെ ബാച്ചിന്റെ കാര്യത്തിലാവട്ടെ, നമ്മുടെ കുടുംബങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കാവട്ടെ, എന്ത് കാര്യങ്ങൾക്ക് മുൻപിൽ നിന്നും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും ഒക്കെ വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ
ചിട്ടപ്പെടുത്തി ചെയ്യുന്ന ഹബീബ് റഹ്മാന് നമ്മുടെ 84 ബാച്ചിന്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാനും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാനും ഒക്കെ പടച്ചറബ് അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും പടച്ച തമ്പുരാൻ നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റു 3 വ്യക്തികൾ കൂടി എനിക്ക് മുൻപിലുണ്ട്. കഴിഞ്ഞ 3 വർഷം 84 ബാച്ചിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. അതുപ്രകാരം എത്ര തിരക്കിനിടയിലും നമ്മുടെ ബാച്ചിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ എന്റെ മുമ്പിൽ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച മുഖ്യ രക്ഷാധികാരി മുസ്തഫാക്കും അതുപോലെ എന്റെ ഇടവും വലവും നിന്ന് എന്നെ ആത്മാർത്ഥമായി സഹായിച്ച പ്രസിഡന്റ് റഹമത്തുള്ളക്കും ട്രഷറർ അബ്ദുൽ ജലീൽ എന്നിവർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഈ വാർഷിക റിപ്പോർട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ എന്റെ മറ്റ് ഭാരവാഹികളായ ശംസു ചുള്ളിയിൽ, ഷഫീഖ് നാലകത്ത്, കുഞ്ഞാപ്പു മച്ചിങ്ങൽ എന്നിവർക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുകൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായി ഞാൻ മുമ്പ് പേരുകൾ പരാമർശിച്ചതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല. അവർക്കെല്ലാവർക്കും ഞാൻ 84 ബാച്ചിന്റെ നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ പ്രവാസ ലോകത്ത് ഉള്ള നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾ PT അബ്ദുറഹ്മാൻ, അബു തോരപ്പ, ഇന്ന് അദ്ദേഹം നാട്ടിലുണ്ട്, അഷ്റഫ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പു മച്ചിങ്ങല്, നമ്മുടെ ഹമീദ് വാളൻ, കുഞ്ഞു മുഹമ്മദ് ഉമ്മത്തൂർ തുടങ്ങി ഇനി ആരെങ്കിലും പേര് എഴുതാൻ പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഈ 84 ബാച്ചിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നാളിതുവരെ 84 കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഞാൻ ഇനി പ്രത്യേകം പേരുകൾ എടുത്തു പറയുന്നില്ല. അവരുടെയൊക്കെ നിസ്സീമമായ സഹകരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിലവിലുള്ള ഈ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിച്ചത് എന്നുകൂടി വളരെ വിനയത്തോടെ ഓർത്തുകൊണ്ട് വിനയത്തോടെയും നന്ദിയോടെയും ഓർത്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇന്നിവിടെ നടക്കുന്ന പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ കമ്മിറ്റിക്കും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് ഇന്നത്തെ ജനറൽ ബോഡിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ 84 ബാച്ചിന്റെ വാർഷിക ജനറൽ ബോഡിയാണ്. ഇത് അംഗീകരിച്ചാൽ കൈയടിച്ച് പാസ്സാക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷയങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ഫാസ്റ്റിലാക്കിയതാണ്, കാരണം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ്. സാധാരണമായി പിന്നെ 10 രൂപ പിടിക്കും. അപ്പൊ ഇതിന്റെ ബാക്കിൽ തന്നെ വരാനുള്ളത് ഇനി വരവ് ചെലവ് കണക്കാണ്. ഇപ്പോൾ ഇവിടെ മുഖ്യ രക്ഷാധികാരി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇത് മേശപ്പുറത്ത് വെച്ചു, ഓൾറെഡി വെച്ചു. ഇനി അത് പിന്നെ മുഖ്യ രക്ഷാധികാരിന്റെ മുമ്പിൽ വെച്ചു. ഇനി കണക്ക് വരവ് ചെലവ് വായിക്കാണ്ട് അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് കൈയടിച്ചിട്ട് പാസ്സാക്കാം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം. പ്രസിഡന്റിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ ആദരണീയ ട്രഷറർ PK അബ്ദുൽ ജലീലിനെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ 1984 SLC അറബിക് ബാച്ചിലെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ പ്രിയങ്കരനായ AB മുസ്തഫ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് നമ്മുടെ റഹ്മത്തുള്ള തറയിൽ, ജനറൽ സെക്രട്ടറി സേദലി എന്ന ചെറി, ഇതിൻ്റെ വൈസ് പ്രസിഡന്റുമാര്, ജനറൽ സെക്രട്ടറിമാര്, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എൻ്റെ പ്രിയങ്കരായ ഈ 84 ബാച്ചിൻ്റെ എൻ്റെ ആത്മ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പൂവന്തൊടി റസാഖ്, AP അബ്ദുൽ മജീദ്, അതുപോലെ തന്നെ നമ്മിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിപ്പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ മുഅ്മിനുകളായ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നമ്മയും ചേർക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടായതിനു ശേഷം അതുവരെ നമ്മളെ ഈ മലപ്പുറം ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും പല ആളുകളും തമ്മിൽ കാണാറുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിലുള്ള ഒരു ആത്മബന്ധം
ഈ ഒരു കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണ് നമുക്കിത് ഈ രീതിയിൽ ഏതായാലും കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലപ്പുറം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഇതുപോലെ പല കൂട്ടായ്മകളുണ്ട്. ഓരോ കൊല്ലത്തെയും പല കൂട്ടായ്മകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഈ കൂട്ടായ്മയുടെ രീതിയിൽ കൃത്യമായി ഒരു അജണ്ട വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സൗഹൃദം നമ്മുടെ ഈ ലോകത്തെ അവസാനിക്കുന്ന സമയം വരെ നിലനിർത്തി പോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള നല്ല വിശാലമായ മനസ്സുള്ള ഒരു കൂട്ടായ്മ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് നമ്മളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല കൂട്ടായ്മകളും ഈ മലപ്പുറം മോഡൽ സ്കൂളിലുണ്ട്. ഇപ്പൊ നമ്മുടെ സെക്രട്ടറി നേരത്തെ പറയുകയുണ്ടായി, അതിന്റെ അലുമിനി നടത്തി മലപ്പുറം മോഡൽ സ്കൂളിന്റെ. അതിൽ കുറെ ഇതുപോലത്തെ കൂട്ടായ്മകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതുകൊണ്ട് ഓരോരുത്തർക്കും മാനസികമായ സംതൃപ്തി കൈവരിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടമില്ലാത്തൊരവസ്ഥ ഇന്നത്തെ കാലത്തുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്ത് ബന്ധം നാട്ടിൽ ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും, പലർക്കും ഉണ്ടാവും, പലർക്കും ഉണ്ടാവില്ല. കാരണം പലർക്കും പല രീതിയിലുള്ള ജീവിത വ്യവസ്ഥകളാണുള്ളത്. നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പലരും പല രീതിയിലാണ്. അത് കച്ചവടമുള്ളവരുണ്ടാവും, ജോലിയുള്ളവരുണ്ടാവും, പല രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സമയം ഇന്നടുത്ത് എത്താപ്പെടാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള പല ആളുകൾക്കും ഉള്ളത്. ഈ ഒരു സംഭവം നമുക്കതിന് ഏറെക്കുറെ നമ്മുടെ ആ പഴയ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഇതിൽ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിലനിന്ന് പോകണം. നമ്മുടെ സെക്രട്ടറി സംസു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഇത് നമുക്ക് നിലനിർത്തി പോകേണ്ടതുണ്ട്. അതിന് പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ മാനസികമായ ഉല്ലാസം ഉണ്ടാക്കുക. മനസ്സിന് എപ്പോഴാണോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, ആ പ്രയാസത്തെ ദൂരീകരിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിലേക്ക് എന്താണ് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുക, അത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ശ്രമം നടത്തുക. കഷ്ടപ്പെടുന്നവനുണ്ടെങ്കിൽ അവന്റെ കഷ്ടപ്പാട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്, അത് കൂടി ആലോചിച്ച് അതിനെന്താണ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ മുൻപ് നമ്മളിപ്പോ ഈ 5 കൊല്ലം തുടങ്ങിയിട്ട് ശേഷം 6 കൊല്ലമായി തുടങ്ങിയതിന് ശേഷം 19-ലാണ് നമ്മൾ തുടങ്ങിയത്. ആ 6 കൊല്ലത്തിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാടിനെ മറികടക്കാൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, നാഥൻ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ നമ്മൾ ഈ 84 ബാച്ചിലെ നമ്മളെ ആണുങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നു നമ്മള്. പക്ഷെ ഇപ്പൊ ഈ 54 ആളുകളില് നമ്മൾ ആ ഒരു കുടുംബ സംഗമം, ഒരു ഫാമിലി ടൂറ് ഒക്കെ വന്നോട് കൂടിയിട്ട് നമ്മുടെ മൊത്തത്തിൽ നമ്മളെ കുടുംബം ഒന്നായിട്ടൊരു കുടുംബമായി മാറിയിരിക്കുക. അതിന്റെ ഒരു ഉന്മേഷം നമ്മളെ കുടുംബത്തിലുണ്ട്, നമുക്കുണ്ട്. ഓരോരുത്തരും അവനാനോട് ചോദിച്ചാലേ മനസ്സിലാവും. എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് നമുക്ക് തുടരുക തന്നെ വേണം. അത് നമുക്ക് ഇനിയും നമുക്ക് എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് അതുവരെ നമുക്ക് ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതുകൂടി നമ്മൾ പുതിയ കമ്മിറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഇതിനുള്ളൊരു അവസരം കൂടി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനവും ആത്മാർത്ഥമായി ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. തുടർന്നും ആ സഹകരണം ഉണ്ടാവണം. 3 വർഷമായ ഈ കമ്മിറ്റി ഇത് ഇനി പുതിയൊരു കമ്മിറ്റിയിലേക്ക് വരേണ്ടതുണ്ട്. എന്നിങ്ങനെ ഒരാളെന്നെ തെരഞ്ഞെടുത്ത് പോയാൽ പോരാ. നമ്മുടെ എല്ലാവരും ഒന്നിനൊന്ന് മികവ് തെളിയിക്കുന്ന ആളുകളാണ്. നമ്മളത് അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നാണ്. അവസരം കൊടുക്കാതെ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഓരോരുത്തർക്കും, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും അതിനുള്ളൊരു അവസരം കിട്ടേണ്ടതുണ്ട്. ആ അവസരം കിട്ടുമ്പോൾ അവൻ എന്താണോ അതിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുക അത് അവര് കാണിച്ച് നമുക്ക് തരും. അപ്പൊ അതിനുള്ളൊരു അവസരം കൊടുക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ 3 വർഷം ആയിട്ട് ഈ ഖജാൻജി ആയിട്ടാണ് അല്ലെങ്കിൽ ട്രഷററായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. 1984 SLC അറബിക് ബാച്ച് ഗവൺമെന്റ് മോഡൽ സ്കൂൾ മലപ്പുറം വരവ് ചെലവ് കണക്ക് 2024 to 25 ജനുവരി.
21/1/2004 മുൻ കമ്മിറ്റിയിൽ നിന്ന് ബാക്കി കിട്ടിയത് 1,48,612 രൂപ. 21/1/2024 നമ്മുടെ ഒരു സഹോദരൻ ഇതിലേക്ക് സംഭാവനയായി തന്നത് അന്നത്തെ ആ ദിവസം നമ്മളെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ 5,000 രൂപ. ഞാൻ പേര് പറയുന്നില്ല. ജനറൽ ബോഡി മീറ്റിംഗിന്റെ വരവുകൾ വായിച്ചിട്ട് പിന്നെ ചെലവ് വായിച്ചാൽ മതിയോ? അതല്ല നല്ലത്. രണ്ടും കൂടി ഒരുമിച്ച് വായിച്ചാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ 10/3 മറ്റൊരു സഹോദരൻ സംഭാവനയായി തന്ന 5,000 രൂപ. 31/1/2024 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്തത് 1,719 രൂപ. 20/5/24 നമ്മൾ ലോണ് കൊടുത്തത് ഒരു സഹോദരൻ തിരിച്ചടച്ചത് 10,000 രൂപ. 20/6 മറ്റൊരു സഹോദരൻ 10,000 രൂപ തിരിച്ചടച്ചു. 25/7/24 മറ്റൊരു സഹോദരൻ 20,000 രൂപ തിരിച്ചടച്ചു. 20/8/2024 ഒരു സഹോദരൻ 5,000 രൂപ തിരിച്ചടച്ചു. 10/9/24 മറ്റൊരു സഹപാഠി 20,000 രൂപ തിരിച്ചടച്ചു. 15/9 മറ്റൊരു സഹോദരൻ 10,000 രൂപ തിരിച്ചടച്ചു. 15/9/2024 മറ്റൊരു സുഹൃത്ത് 5,000 രൂപ തിരിച്ചടച്ചു. 26/1/2025 നമ്മുടെ സഹായനിധി വകയിൽ നമുക്ക് ഈ പ്രാവശ്യം ഇതിലേക്ക് വരവ് വന്നത് 38.5 നറുക്കാണ് ഉണ്ടായിരുന്നത്. ഒരാളിൽ നിന്ന് 3,000 രൂപ വെച്ചിട്ട് 1,15,500 രൂപ ഇതിലേക്ക് വരവ് ഉണ്ടായി. 30/9/2024 ബാങ്കിൽ ഇൻട്രസ്റ്റ് പോസ്റ്റിംഗ് നടന്നത് 1,567 രൂപ. പിന്നെ നമ്മളെ ഈ സഹായനിധി നടക്കുമ്പോൾ നമ്മൾ വാടക ഇനത്തിലേക്ക് 50, 100 ആയിട്ട് 200 വരെ ചില നമ്മളെ സഹോദരന്മാർ തരാറുണ്ട്. ആ പൈസ മൊത്തത്തിൽ അത് ഓരോ മാസവും ഞാൻ വായിക്കുക. 10/2/2024 ഈ ഓഫീസ് വാടകയിലേക്ക് കിട്ടിയ 2,250, 10/3 2,200, 9/4 2,150, 10/5 2,300, 10/6 2,300, 10/7 2,200, 10/8 2,250, 10/9 2,150, 10/10 2,200, 10/11 2,300, 10/12 2,300. കഴിഞ്ഞ മാസം 10/1/2025 ജനുവരിയിൽ കിട്ടിയത് 2,200. അങ്ങനെ മൊത്തം ഈ വാടക ഇനത്തിലേക്ക് നമുക്ക് പിരിഞ്ഞു കിട്ടിയത് 26,800 രൂപ. അങ്ങനെ മൊത്തം വരവ് 3,90,598 രൂപ നമുക്ക് മൊത്തം വരവ് വന്നിട്ടുണ്ട്. ഇനി ചെലവുകൾ കഴിഞ്ഞ 21/1/2024 ജനറൽ ബോഡി മീറ്റിംഗിന്റെ ചെലവുകൾ അന്ന് സ്നാക്സ് 50 × 10 500, ഫുഡ് 8 × 610 4,880, AC ഓഡിറ്റോറിയം 5 മണിക്കൂർ 4,500, സ്റ്റേജിലെ ഫ്ലക്സ് 675, സ്റ്റേഷനറി ഐറ്റം 380. ഈ ഓഡിറ്റോറിയം ക്ലീനിങ്ങിന് ഒരു 300 രൂപ കൊടുത്തിട്ടുണ്ട്. 300 രൂപ പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയം ക്ലീനിങ്ങും മറ്റും കൂടി അല്ല, ഒന്ന് വേസ്റ്റ് കൊണ്ടുപോകാൻ. യെസ്, വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതാണ് 4/2/2024. പിന്നെ 2/3/2024 നമ്മളെ കഴിഞ്ഞ വർഷത്തെ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയ 9,278 രൂപ ഉണ്ടായിരുന്നു. അത് അന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു, അങ്ങനെ നമ്മളെ സഹോദരന്മാർ ആരെങ്കിലും കുടുങ്ങിയവരുണ്ട് ബാങ്കിൽ ഇൻട്രസ്റ്റിന്റെ പൈസയിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അതങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിന് പിന്നെ അവന്റെ അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് പൈസയിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് 9,278 രൂപ ആ സഹോദരന് നൽകിയിട്ടുണ്ട്. പിന്നെ 6/2/2024 നമ്മുടെ നഗറിന്റെ പേര് വെച്ച മജീദ് അധികാരിത്തൊടിക്ക് ചികിത്സാ സഹായം നൽകിയത് 20,000 രൂപ. പിന്നെ ഓഫീസിന്റെ വാടക കൊടുത്തത് ജനുവരിയിൽ 3,000, കറണ്ട് ബില്ല് 150. അല്ല, ഓരോന്നോരോന്നോ മാസം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചു. 10/3 വാടക 3,000 രൂപ കൊടുത്തു. 9/4 3,000 രൂപ വാടക കൊടുത്തു. 2/3 ഒരു സഹപാഠിക്ക് കടമായിട്ട് കൊടുത്തത് 20,000. 2/5 മറ്റൊരു സഹപാഠിക്ക് കടമായി കൊടുത്തത് 20,000. 10/5 വാടക കൊടുത്തത് 3,000. 10/5 ഇലക്ട്രിസിറ്റി ബില്ല് 160. പിന്നെ നമ്മളെ ഫാമിലി മീറ്റ് ഹജ്ജ് യാത്രയപ്പ് SLC+2 വിന്നേഴ്സിന്റെ ആദരിക്കൽ ചടങ്ങ്, അതിനെല്ലാം കൂടി ഓഡിറ്റോറിയത്തിന് കൊടുത്ത് 3,750, ഫ്ലക്സ് 520, ട്രോഫി 5,000 രൂപ,
ഫുഡ് 12,500 രൂപ, സോറി 12,500 രൂപ. അങ്ങനെ മൊത്തം അന്നത്തെ ചെലവ് വന്ന് 21,770 രൂപയാണ് നമ്മൾ ആ ഫാമിലി മീറ്റിന്റെ ചെലവ് വന്നത്. അന്ന് അതിലേക്ക് ഭക്ഷണത്തിന്റെ ചെലവിലേക്ക് 6,400 രൂപ ഒരു സഹോദരൻ സംഭാവന തരികയും ഉണ്ടായി. അത് കഴിച്ചിട്ട് നമുക്ക് അതിൽ വന്നത് 12,500ക്ക് 6,400 കഴിച്ചിട്ടാണ് നമുക്ക് പിന്നെ ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചെലവ് വന്നത്. 10/6 ഓഫീസ് വാടക 3,000, 12/6 സഹപാഠിക്ക് കടം കൊടുത്തത് 20,000, 10/7 ഓഫീസ് വാടക 3,000, 10/7 കറണ്ട് ബില്ല് 80 രൂപ, 15/7 ഓഫീസ് ക്ലീനിങ് 200 രൂപ. നമ്മളൊരു മുസവാന്റെ ഒരു പണിക്കാരനെ വെച്ചിട്ടാണ് അവിടെ ഓഫീസ് ക്ലീൻ ചെയ്യുന്നത്. മറ്റേ മഴ ഇത് കണ്ട് ആകെ ചളിയൊക്കെ ആയിട്ട് പ്രശ്നമായിരുന്നു. 10/8 ഓഫീസ് വാടക കൊടുത്തത് 3,000 രൂപ, 15/8 മറ്റൊരു സഹപാഠിക്ക് കടം കൊടുത്തത് 20,000 രൂപ, 10/9 കറണ്ട് ചാർജ് 160, 10/9 വാടക കൊടുത്തത് 3,000, 10/10 വാടക കൊടുത്തത് 3,000, 10/11 കറണ്ട് ബില്ല് 150, 10/11 വാടക കൊടുത്തത് 3,000, 10/12 വാടക കൊടുത്തത് 3,000, 10/1/2025 കറണ്ട് ബില്ല് 150, 10/1/2025 വാടക 3,000. അങ്ങനെ മൊത്തം ചെലവ് 1,79,723 രൂപ. 3,90,598 നിന്ന് 1,79,723 വരെ കഴിച്ചാൽ 2,10,875 രൂപയാണ് നമ്മളെ അക്കൗണ്ടിൽ ബാക്കിയുള്ളത്. അതില് നമ്മളുടെ അല്ലാത്ത പൈസ ആയിട്ടുള്ളത് ആ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 1,719 1,567 കൂടി കൂട്ടിയാൽ 3,286 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അതും നമുക്ക് ഈ പോലെ തന്നെ എന്താണെന്ന് തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ അത് നമ്മളതിൽ നിന്ന് കുറച്ച് വെച്ചാൽ നമ്മളെ പൈസ ആയിട്ട് നമ്മളെ കയ്യിലുള്ളത് 2,07,589 രൂപയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതേപോലെ മറ്റേ കമ്മിറ്റി ഏൽപ്പിച്ചെടുത്തപ്പോൾ കിട്ടിയത് 1,48,612 അതിന് പകരം ഇപ്പൊ നമ്മളെടുത്ത് 2,07,589 രൂപ കയ്യിലുണ്ട്. അപ്പൊ ഈ കണക്ക് വരവ് ചെലവ് കണക്ക് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇതിലും അതുപോലെ നമ്മളെ റിപ്പോർട്ടിലുള്ള ചർച്ചയും അത് പാസ്സാക്കി എടുക്കലുമാണ് ഇനി അടുത്തത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മുഖ്യധാരയിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും നമ്മൾ ഇടപെടുമ്പോൾ സംസാരത്തിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലും അപാകത നമ്മളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാനസികമായ പരിഗണന നൽകിക്കൊണ്ട് അത് പുറത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. സുഹൃത്തുക്കളെ, ഇതിൽ ഇനി പൊതു ചർച്ചയാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പുതിയ അഭിപ്രായം എന്തെങ്കിലും പറയാലോ? മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇത് ചർച്ചയ്ക്ക് വെക്കുകയാണ്. അഭിപ്രായം പറയാം. അങ്ങനെ പാസ്സാക്കണ്ടേ? ഈ വരവ് ചെലവ് കണക്കോ പാസ്സാക്കല്ലേ? എന്നാ കൈയടിക്ക്. ഇവിടെ സുദീർഘമായ സംസാരങ്ങളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇവിടെ വന്നിട്ടുള്ളവർക്കും നമ്മളെ വേദിയിലിരിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവ് മുസ്തഫ, പ്രസിഡന്റ് റഹ്മത്തുള്ള, ജനറൽ സെക്രട്ടറി നമ്മളെ ചെറി, പിന്നെ ട്രഷറർ ജലീൽ എന്നിവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ആശ്വാസം അറിയിക്കുന്നു. ഈ കമ്മിറ്റി പിരിച്ചുവിടുന്ന കമ്മിറ്റിക്കും ഇനി വരാനുള്ള കമ്മിറ്റിക്കും മുൻകൂറായി ഞാൻ ആശ്വാസം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. കുഞ്ഞാപ്പു മച്ചിങ്ങൽ, അമീർ എലിക്കോട്ടി. നമ്മള് കൊറിയറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിരിച്ചുവിട്ട കമ്മിറ്റിക്കും വരാൻ പോകുന്ന കമ്മിറ്റിക്കും അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോകാൻ സാധിക്കുമാറായിട്ടൊന്ന് ദുആ ചെയ്തുകൊണ്ട് ഒറ്റവാക്കിൽ അസ്സലാമു അലൈക്കും. പരിപാടി നമ്മൾ വിദ്യയിലുണ്ടതിന്റെ റെസ്പെക്ട് പോയല്ലോ. ഈ പിന്നെ ജനറൽ ബോഡിയിൽ നിന്നല്ല നമ്മളെ കമ്മിറ്റി തന്നെ ആദ്യമായിട്ട് നോക്കുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ മൂപ്പർക്ക് എന്തെങ്കിലും പറയാണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുക.
ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ സലാം. നമ്മളെ 84-ല് മലയാളം ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ അറബി ബാച്ചാണ്. ഞാൻ ജനിച്ചു വളർന്ന കോട്ടപ്പടി രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത്. ഓക്കെ, അതിനുശേഷം 89-ല് ഗൾഫ് പോയി. 32 വർഷം ഗൾഫിൽ നിന്നു. 2019 ഇവിടെ വന്നു. അതാണ് നമ്മളെ ഇത്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇൻഷാല്ലാ നിങ്ങളെ ഇതില് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മഞ്ചേരി മുള്ളമ്പാറ ഗ്യാസ് ഗോൾഡിന്റെ അടുത്ത്. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങളെ പുതിയ ബാച്ചിൽ ഈ വർഷം 2025 ഇൻഷാല്ലാ കൂടുതൽ പിന്നെ സംസാരിക്കാം. ഓക്കെ, മഞ്ചേരിയിൽ നിന്ന് ഇതല്ലേ, നമ്മളെ അടുത്തുള്ള ആൾക്കാർ ചില ആൾക്കാരൊന്നും വന്നിട്ടില്ല. മഞ്ചേരിയിൽ നിന്ന് വന്നു. താങ്ക് യു മുസ്തഫ. ഇനി ആർക്കെങ്കിലും ആശംസ അർപ്പിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കണം. അടുത്ത സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. 10 കഴിഞ്ഞ് 9 ഭക്ഷണം കഴിക്കണം. 9 മുന്നേ ആരെങ്കിലും സംസാരിക്കാൻ 2 വാക്ക് പറയാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ഷംസീർ, അബ്ദുറഹ്മാൻ, കുഞ്ഞിപ്പ, ഖാദർ, നാസർ, കുട്ടി അഹമ്മദ്, പോസ്റ്റ് ആരുമില്ല എന്നുണ്ടെങ്കിൽ ഈ സെഷൻ അവസാനിക്കും. പിന്നെ നമുക്ക് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാണ്ട് പോകും. ആരുമില്ല, ഇല്ല. എന്നാൽ ഈ സെഷൻ അവസാനിക്കുകയാണ്. അതിൽ നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർ CH ബഷീറിനെ അത് ക്ഷണിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നത്. കേൾക്കണില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. കൂടുതൽ പ്രസംഗിച്ച് പരിചയമില്ല. നമുക്കിങ്ങനെ പ്രസംഗിച്ച് ശീലമാകാൻ ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. നിലവിലുള്ള കമ്മിറ്റി ഇല്ലാതാവും. ഓട്ടോമാറ്റിക്കലി പുതിയൊരു ജനറൽ ബോഡിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ആർക്കൊക്കെ സ്വയം വരാൻ തയ്യാറുള്ള പോലെ ഷാവോ ചോദിച്ചാളി. എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ ആരാച്ചാല് ഒന്ന് കൈ വെക്കുക. ആരെങ്കിലും ഒന്ന് പരി ചങ്ങന്മാരെ അല്ലാപ്പത് കഴിച്ചിലായി കിട്ടൂലല്ലോ. ഞമ്മക്ക് ഏതായാലും ഇതിന് നടക്കൂല. എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് അതിനിപ്പോ എന്താ പ്രശ്നമുള്ളത്? നിലവിലുള്ള ഇത് പിരിച്ചുവിട്ട് പുതിയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കാണ്. താല്പര്യമുള്ളവർ കൈപ്പൊക്കെ ഒന്ന് നമ്മളെ ബാപ്പു സൈദലി കപ്പുകുത്ത്. രണ്ടാമതാള് ഷംസുദ്ദീൻ ചുള്ളിക്കൽ. മൂന്ന് റഹ്മത്തുള്ള തറയിൽ. 5 ഷംസുദ്ദീൻ പൂവത്തൊടി. അബ്ദുറഹ്മാൻ ചോലക്കൽ, പട്ടർക്കടവൻ. 7 ഹബീബ് റഹ്മാൻ, പട്ടർക്കടവൻ. സഫീർ കപ്പുകുത്ത്. കെ സൈദലി കുഞ്ഞാപ്പു. മുസമ്മിൽ. കുട്ടിയാമു. എവിടെ കുട്ടിയാമു? CH ബഷീർ. അബൂബക്കർ തോരപ്പ. നമ്മള് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഒന്ന് വായിക്കാണ്. സൈദലവി ചെറി, ഷംസുദ്ദീൻ ചുള്ളിക്കൽ, റഹ്മത്തുള്ള തറയിൽ, ഉമ്മർ ഏവി, ഷംസുദ്ദീൻ പി, അതായത് പൂവന്തൊരു പോസ്റ്റ്, അബ്ദുൽ ജലീൽ പട്ടർക്കടവൻ, ഹബീബ് റഹ്മാൻ പട്ടർക്കടവൻ, ഷഫീഫ് കപ്പുകുത്ത്, ഷഫീഖ് നാലകത്ത്, സൈദലവി കുഞ്ഞിപ്പ, കുഞ്ഞാപ്പു, ഇക്ബാൽ സി, കുട്ടിയാമു, ബഷീർ CH, ഷഫീഖ് നാലകത്ത്, സഫീർ കേക്ക് അല്ല കേക്കല്ലേ, ഷഫീഖ് നാലകത്ത്, അബു തോരപ്പ, മുസ്തഫ ഏവി, ഹനീഫ CH. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന നിലവിലുള്ള നമ്മള് ബാപ്പു മച്ചിങ്ങലും അതേപോലെ ഗൾഫിലുള്ള PP അബ്ദുറഹ്മാൻ, റഫീഖ്, ടൈലർ റഫീഖ്,
സ്ഥിരം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. അവരെ അതേപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാമത് നിന്ന് ഒരു പ്രസിഡന്റ് വരണം. പിന്നെ ആ പ്രസിഡന്റ് പറഞ്ഞവരാണ് സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് സെക്രട്ടറിമാരും പിന്നെ വൈസ് പ്രസിഡന്റുമാരും. അപ്പൊ നിങ്ങൾ ഈ 16 ആൾക്കാരിന് ഒരു പ്രസിഡന്റിനെ നിങ്ങൾ കണ്ടെത്താം. ഇനി എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് ബെഡ് കഴിഞ്ഞു, എക്സിക്യൂട്ടീവിനാണ് എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രസിഡന്റിനെ കണ്ടെത്താം. പാനൽ ഇവിടെ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് നമ്മൾ പരിശോധിച്ച് പറയും. പ്രസിഡന്റ് ചെറി, സെക്രട്ടറി റഹ്മത്തുള്ള തറയിൽ, ട്രഷറർ ജലീൽ സാഹിബ്. ഒരു പാനൽ വന്നാണ് നോക്കിയിട്ട് മതി. അല്ല അതല്ല, ഇത് നിങ്ങളല്ല പറഞ്ഞിട്ട് ഓല് പറയട്ടെ, ഓല പേരെ വിളിച്ചിട്ടുണ്ട്, ഓല അഭിപ്രായം പറയട്ടെ. ഇനി വേറെ 3 വർഷം പുതിയ ആൾക്കാർ വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിനായിരുന്നു പറഞ്ഞത്. ഞാൻ ആ 3 സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പുതിയ ഈ 3 താക്കോൽ സ്ഥാനങ്ങളിലേക്ക് 3 പുതിയ ആൾക്കാർ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് കൊണ്ട് ശീലമുള്ള മനുഷ്യന്മാരാണ്. അത് യാതൊരു പ്രയാസം. എന്നാ പിന്നെ ശീലമുള്ളവരൊക്കെ ഞാനൊരു കാര്യം പറയാം, നിർദ്ദേശിക്കട്ടെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ഒരു പാനൽ വന്നപ്പോ ഒരു നിലവിൽ വന്നു പ്രസിഡന്റ് പിന്നെ ഹബീബിനൊക്കെ ബുദ്ധിമുട്ടോ പറഞ്ഞു. അപ്പൊ ആ സ്ഥാനം മാത്രം മതി. ഈ ഹബീബിനെ അന്ന് UK പോവാന്ന് പറഞ്ഞേ, UK പോകണമെന്ന് പുതിയ അന്ന് കൂടിയാണ് പുതിയ പ്രസിഡന്റ് അന്ന് കണ്ടെത്തിയ പോലെ. അതല്ലേ ഇത് ശരി? അപ്പൊ ഹബീബ് പ്രസിഡന്റ് അല്ല, നിങ്ങൾക്ക് റെഡി ആറാനാണ് വരുന്നത്. അത് അവിടുന്ന് പറഞ്ഞാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഒരാളെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയില്ല. താല്പര്യമില്ലാത്തോള് മാറട്ടെ. എന്നങ്ങനെ ആക്കാം. ഷഫീർ പ്രസിഡന്റ്, മാറാൻ എനിക്ക് താല്പര്യമില്ല. പ്രസിഡന്റ് വേണ്ട, ഇല്ല നിൽക്കണില്ല. അത് വേണ്ട, അത് വേണ്ട. താല്പര്യമുള്ള ട്രഷറർ ജലീൽ സാഹിബ്. ജലീൽ മാറാൻ നിൽക്കണില്ല. പറഞ്ഞ് വായിച്ചു തോന്നുന്നു. 2ാമത്തെ പാനലാണ്. 3ാമത്തെ പാനൽ വന്നിട്ടില്ല. സംശയമില്ലേ? ഒരു പുതിയ പാനൽ വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ബഷീർ CH, സെക്രട്ടറി സംസു ചുള്ളിയിലെ, ട്രഷറർ ഉമ്മർ AV. ഇതെന്താ അംഗീകരിക്കല്ലേ? പെരിക കുളിച്ചു വെച്ചപ്പോ ഇതിനെ സൈദൽവി കുഞ്ഞാപ്പു പ്രസിഡന്റ്, സംസു ചുള്ളിയിൽ സെക്രട്ടറി, ഉമ്മർ AV ട്രഷറർ. അംഗീകരിച്ചില്ലേ? റെഡിയല്ലേ? വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് ഇപ്പൊ ആരും പറ്റിട്ട് എടുക്കണ്ട, ലാസ്റ്റ് കഴിച്ചാൽ മതി കേട്ടോ. സഫീർ KK പുതിയ പ്രസിഡന്റ്, സഫീർ KK. ജനറൽ സെക്രട്ടറി ആയിട്ട് ഷംസു ചുള്ളിക്കലാണ്. ട്രഷററായിട്ട് ഉമ്മർ AV. 2 വൈസ് പ്രസിഡന്റുമാരാണ്. ഒന്ന് കുഞ്ഞാപ്പു മച്ചിങ്ങല്, മറ്റൊന്ന് ഷഫീഖ് നാലകത്ത്. അതുപോലെ സെക്രട്ടറിമാരായിട്ട് 2 ആൾക്കാരാണ്. ഒന്ന് കുട്ടി അഹമ്മദ്, ഒന്ന് ലത്തീഫ് ബാവ. ഇങ്ങനെ 7 പേരാണ് ഈ സ്ഥാനത്തേക്ക് നമ്മുടെ 2025 വർഷത്തേക്കുള്ള കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ മുസ്തഫ നിലനിൽക്കും. കാര്യങ്ങൾ പുതിയ കമ്മിറ്റിക്ക് എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാനും എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് മുസ്തഫയുമായി ബന്ധപ്പെടണം. വിശേഷത്തെ കാര്യം സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ. അപ്പോ ഇനി പുതിയ അടുത്ത സിസ്റ്റം വരാൻ പോകുന്നത് നിലവിലുള്ള മിനിറ്റ്സ് കേക്കിങ് മിനിറ്റ്സ്, അതേപോലെ
നമ്മളെ പാസ്ബുക്ക്, അക്കൗണ്ട് ബുക്ക് ഒക്കെ പുതിയ കമ്മിറ്റിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നു. ചടങ്ങ് അവസാനിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് മറ്റൊരു കർമ്മം കൂടി നടക്കാൻ പോവാണ്. അതായത് നിലവിലുള്ള കമ്മിറ്റി കൈവശം ഉണ്ടായിരുന്ന നമ്മുടെ മിനിറ്റ്സ് ബുക്ക്, ഇതിനു മുമ്പുണ്ടായി ഇന്ന് വായിച്ച വാർഷിക റിപ്പോർട്ട്, ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ വാർഷിക റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ റഫായിട്ട് എഴുതിയ പേപ്പറുകൾ, അതേപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള A4കൾ, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എലിഫോർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഇവർക്ക് മുമ്പായി കൈമാറാണ്. അപ്പൊ ഈ ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾ ലത്തീഫ് ബാവ, കുഞ്ഞാപ്പു, കുട്ടി അഹമ്മദ് അവരുടെ വേദിയിലേക്ക് കടന്നിരിക്കുന്നു. ഒരാളിതിൽ ബാക്കിയുണ്ടല്ലോ, ഷെഫീഖല്ലേ അല്ലെ? ഷെഫീഖില്ല, ഷെഫീഖ് പറഞ്ഞതാണ് മെയിൻ ആയിട്ടുള്ള താക്കൂർ സ്ഥാനം തിരിക്കൂല, ബാക്കിയുള്ള ഏത് സ്ഥാനം ഏൽക്കാന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്. കൊടുത്തൂടെ നമ്മൾ നിത്യച്ചെലവിലേക്ക് മൊത്തത്തിൽ നിങ്ങളെ അഭിപ്രായം കയ്യൊന്നിക്ക്, എല്ലാവരും കയ്യൊന്നിക്ക് കൊടുക്കാൻ പറ്റാത്തവർ ഒന്നും അറിയാലോ. നമുക്ക് 100 എല്ലാവരും പൊക്കി കൊടുക്കാൻ പറ്റുന്നവരൊക്കെ പൊക്കി നോക്കി. റെഡിയല്ലേ? നിങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? അപ്പൊ 100 റുപ്യ നിലവില് മാസം 100 റുപ്യ. അത് നേരിട്ട് കയ്യിലെത്തിക്കാൻ പറ്റാത്തവര് ഗൂഗിൾ നമ്പർ കിട്ടും. ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ നമ്പർ തരാം. ഒരൊറ്റ നമ്പർ ആ ഗൂഗിൾ എല്ലാ നമ്പർക്കും വേണം അയക്കണ്ട, ഒരു നമ്പർ അതിനായിട്ട് തരാം. റെഡിയല്ലേ? റെഡി. മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മള് കഴിഞ്ഞ വർഷത്തെ ഇതുവരെയുള്ള കണക്കുകളും കാശുകളും പുതിയ കമ്മിറ്റിക്ക് കൈമാറുവാണ്. 2,10,875 റുപ്യ ബാങ്കിലുള്ള കാശടക്കം മൊത്തത്തിൽ 2,10,875 രൂപയാണ് കൈമാറുന്നത് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ആദ്യം മിനിറ്റ്സ് ബുക്ക് സെക്രട്ടറി കൈമാറും. ഓക്കെ, അല്ല സെറ്റായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ഇത് അവസാനിക്കുകയാണ്. 2 വാക്ക്. അതായത് പുതിയതായി ചാർജ് എടുത്ത ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ 2 വാക്ക് അഭിസംബോധന ചെയ്യുന്നതാണ്. അല്ല, സ്ഥാനം മണ്ഡപം വന്നോളൂ, ഓന് വരുത്താം നമുക്ക്. അതാ പരിപാടി. പിന്നെ കുറി എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യം കൂടുന്നുള്ളൂ. അപ്പൊ എല്ലാരും വന്നാലുള്ളൂ അത് രസമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓരോർക്ക് അപ്പൊ എല്ലാവർക്കും ഓരോ ജോലി. ക്യാഷ് എണ്ണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക്. ഓർക്ക് പിന്നെ പ്രശ്നമില്ല, ക്യാഷ് എണ്ണി ചെയ്യലുള്ളൂ. കുറിന്റെ ഒന്നല്ലേ? ആ, അത് ഓൾറെഡി പഴയുള്ള ആൾക്കാരല്ലേ. ഇനി വേറെ അത് ഇതൊന്ന് പറഞ്ഞോളാം. അതല്ലേ അല്ല, കുറിന് കാര്യം അപ്പൊ നിലവിലുള്ള എല്ലാ ആളുകളും അടുത്ത കുറി പങ്കെടുക്കുക. ഫെബ്രുവരി 10 നമ്മൾ കുറി ആരംഭിക്കും. പുതിയ കുറി ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പുതിയ കമ്മിറ്റി ഭാരവാഹികൾ. എല്ലാ ആളുകളും ഒരു നടക്ക് ചേരാൻ പറ്റാത്തവർ അര നടക്ക് ചേരാൻ, ഇനി ആരാൻ പറ്റാത്തവർ കാലെങ്കിലും ചേർന്നിട്ട് സഹകരിക്കണം. ആരും മാറിക്കരുത്. നമുക്ക് മറ്റു ഫണ്ട് കിട്ടാൻ മറ്റൊരു മാർഗമില്ല. എല്ലാ ആൾക്കാരും സഹകരിക്കാം. ഇല്ല, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറി ചേരുന്ന ആളുകൾ ആരും അതിന്റെ കൂടെ 100 രൂപ വരിസംഖ്യ അല്ലെങ്കിൽ 50 വരിസംഖ്യ കൊടുക്കണ്ട. എല്ലാ ആളുകൾക്കും 100 രൂപ വീതം വരിസംഖ്യ. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് നിരന്നു പോകാനാണ്. എല്ലാ ആൾക്കാരും മാസത്തിൽ 100 രൂപ അത് നിങ്ങൾ അറിയിക്കും. അത് സെക്രട്ടറി നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കും. എല്ലാ ആളുകളും 100 രൂപ മാസം കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ റൂമിന്റെ വാടക, കറണ്ട് ബില്ല് കൊടുത്താലും ബാലൻസ് ആയിട്ട് പൈസ വരും. അത് വേറെ കണക്കേച്ചാൽ മതി കേട്ടോ. എല്ലാവരും കൂടുതൽ കൂടണം. അര നിരക്ക് 3000, നിലവിൽ 6000 രൂപ നിരക്കിലാണ്. അര നിരക്കിന് 3000, പകുതിയാണെങ്കിൽ 1500 രൂപ. ഇനിയിപ്പോ കുറിന്റെ പൈസ കൊടുക്കുമ്പോൾ അതിന്റെ കൂടുതൽ 100 രൂപ കൊടുത്താലും മതി കേട്ടോ. അതായത് വാടക കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ കൊടുത്ത കുഴപ്പമില്ല. 100 രൂപ കുറച്ച് കൊടുക്കാൻ പാടില്ല. എല്ലാ മാസം 100 രൂപ കൊടുക്കില്ല. മതി. ആരെങ്കിലും കൂടാൻ ശ്രമിക്കും എല്ലാവരും. 1500 രൂപ കേട്ടോ. ഓക്കെ, അപ്പൊ 3000 രൂപ, അര നിരക്കിന് 3000 രൂപ എല്ലാവരും ചേർന്ന് സഹകരിച്ചു കൊടുക്കുക.
എങ്ങനെയാണോ മുൻ കമ്മിറ്റിക്ക് നിങ്ങളൊക്കെ സഹകരിച്ചത് അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും സഹകരിക്കുക, വിജയിപ്പിക്കുക. ഡേറ്റും ശ്രദ്ധിക്കട്ടോ, ഡേറ്റ് അടുത്ത മാസം 10-ാം തീയതി തുടങ്ങുകയാണ്. ഫെബ്രുവരി 10-ന് പുതിയ കുറി തുടങ്ങും. അതിന്റെ അപ്ഡേഷൻ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഗ്രൂപ്പിൽ വരും. എല്ലാ ആൾക്കാരും പരസ്പരം ചേരുക. ഓക്കെ, ഇനി ഇത് തീരാൻ പോവാണ്. നമ്മുടെ ഈ ജനറൽ ബോഡി അവസാനിക്കാൻ പോവാണ്. പുതിയ ജനറൽ സെക്രട്ടറി നിങ്ങളോട് നന്ദി അർപ്പിച്ച് സംസാരിക്കും. 2 വാക്ക്, അധികം നീളാതെ, കാരണം ഭക്ഷണം റെഡിയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഈ കമ്മിറ്റിയിൽ തന്നെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് എന്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഞാന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ എനിക്കില്ല. എന്നെ കൊണ്ട് കഴിയണ മാതിരി ഞാൻ ചെയ്യും. ഇവിടെ ചെറിയ 100% നമുക്ക് മാതൃകയായി കാണിച്ചെന്നുണ്ട്. അത്ര നമുക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് കരുതി ഞാൻ മാറിക്കണില്ല. ഞങ്ങളെല്ലാവരും തന്നെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും മാറിക്കരുത്. കാരണം നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനി ഉമ്മറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതുപോലൊരു സ്ഥാനം ആദ്യമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഒരു സംഘടനയിൽ ഒന്നിലില്ലാത്ത ആളായി. ഏതായാലും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർണ്ണമായും ക്ലിയറായി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, പരിപാടി ഇനി ഭക്ഷണത്തിലേക്ക് നീങ്ങാം. തിരിച്ചുവിട്ടായി അറിയിച്ചു. ഇനി ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇനി ഹലോ, ഇത് കമിച്ച് നിലത്തൊന്നും കളയാത്ത രീതിയിൽ, നിലത്ത് കളയരുത്. കാരണം ഇത് ശരിക്ക് ഈ ഖുർആൻ ക്ലാസ് കിടക്കുന്ന ഒരു ഹാളാണ്. അതുകൊണ്ട് നിലത്ത് കളയാത്ത രീതിയിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഓക്കെ. ഭക്ഷണം കമ്മിയായത് അതുകൊണ്ടാണ് പറഞ്ഞോ, അല്ലാന്നല്ല. ഈ ഭക്ഷണം പഴയ കമ്മിറ്റിന്റെ വലിയ കുഴപ്പമില്ല. പുതിയ കമ്മിറ്റിയാണ്. നല്ല പരിപാടിയൊക്കെ അടുത്തല്ലോ. പുതിയ കമ്മിറ്റി എന്താ ഒട്ടത്തിന് കൊണ്ടിരുന്നതാണ്. പാപ്പു അവിടുന്ന് കൊടുക്കാതാണ് അങ്ങോട്ട് വരും.